ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗംഗേട്ടൻ തിരികെ പോവുകയാണ്. പോകുന്നതിന് മുമ്പായി കടപ്പാട്ടൂരിൽ വീട്ടിലെത്തി വൈജയെ ഒന്ന് കാണാനായിട്ട് ഗംഗാധരമേനോൻ തീരുമാനിക്കുന്നുണ്ട്. അവിടെ എത്തി കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അലീനയാണ് അതിൽ തുറക്കുന്നത്. ആഹാ അങ്കിളെ, കയറി വാ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീന മോളെ, എന്താ എടുക്കുമായിരുന്നു? ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് വൈജയെ ഒന്ന് കാണാമെന്ന് കരുതി കയറിയതാണ്. അതുപോലെ വൈജയുടെ സ്വഭാവമൊക്കെ നിനക്കറിയാലോ. അവൾക്ക് വായി തോന്നിയതൊക്കെ അവൾ വിളിച്ചു പറയും. നീ അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ഈ കുടുംബം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മോളുടെ കടമയാണ്. പിന്നെ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മോളത് അവളുടെ വിവരമില്ലായ്മയായി കണ്ട് അങ്ങ് ക്ഷമിച്ചേക്കണം. അങ്ങനെയൊന്നും ഇല്ലെങ്കിലേ അമ്മ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നെ തല്ലിയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ തന്നെ ഗംഗേട്ടൻ അവളുടെ തലയിലൊക്കെ ഒന്ന് തലോടി അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ബാലേന്ദ്രനില്ലേ ഇവിടെ? ഉണ്ടെങ്കിലേ, അച്ഛൻ ഭക്ഷണം കഴിക്കുക, അങ്ങളകത്തേക്ക് വാ എന്നും പറഞ്ഞ് അലീന ഗംഗേട്ടനെ അകത്തേക്ക് ക്ഷണിക്കും. ഈ സമയം ബാലേന്ദ്രൻ ഫുഡൊക്കെ കഴിച്ച് കൈയും കഴി അങ്ങോട്ടേക്ക് വരികയായിരിക്കും. ആഹാ, ആരത്, ഗംഗേട്ടനോ? വാ ഇരിക്കേ. ഇല്ല ബാലേന്ദ്ര, ഇന്ന് ഈവനിങ് ഞാൻ തിരിച്ചു പോവും. അതിനു മുമ്പ് എല്ലാവരും കണ്ട് ഒന്നുകൂടെ ഒന്ന് യാത്ര പറയാമെന്ന് കരുതി ഇറങ്ങിയതാ. ഞാനത് മറന്നുപോയി. ഗംഗേട്ടൻ പെങ്ങളുടെ പ്രശ്നം തീർക്കാനായിട്ട് വന്നതാണല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രോഹിത് മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നാൽ ഇവരുടെ കണ്ണിൽ പെടാതെ രോഹിത് മറിഞ്ഞു നിന്ന് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, അവളുടെ വായടക്കി പിടിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അവൾ പറയുന്നൊന്നും നീ കേട്ടില്ല എന്ന് വെച്ചേക്കണം. അവളുടെ കണ്ണിൽ അലീന വന്നതിൽ പിന്നെയാണല്ലോ നിനക്ക് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അലീനയാണ് അവളിൽ നിന്ന് നിന്നെ അകറ്റിയെന്നുള്ള ചിന്താഗതിയിലാണ് അവൾ. അലീന അവളുടെ മകളാണെന്നുള്ള വിവരം അവൾക്കറിയില്ലല്ലോ എന്നിങ്ങനെ ഗംഗേട്ടൻ പറയുമ്പോൾ രോഹിത് ഞെട്ടുന്നുണ്ട്. എന്ത്, അലീന അമ്മയുടെ മകളാണെന്നോ? അതെങ്ങനെ ശരിയാകും? അലീന അച്ഛൻ്റെ അവിഹിത സന്തതിയാണെന്നല്ലേ അമ്മ പറഞ്ഞത് എന്നൊക്കെ ഓർത്ത് ആകെ കൺഫ്യൂഷനോട് കൂടി തന്നെ രോഹിത് അവിടെ മറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അല്ല ഗംഗേട്ട, ഇന്നല്ലെങ്കിൽ നാളെ വൈജ സത്യങ്ങളൊക്കെ അറിയും. അറിഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം തുറന്നു പറയും. 1-2 10-23 വർഷമാണ് അവൾ എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്. ഇത്രയും കാലം അവളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കലെങ്കിലും എന്നോടൊരു സത്യം തുറന്നു പറയാൻ അവൾക്ക് തോന്നിയോ? ഇല്ലല്ലോ. ഒരുത്തൻ്റെ കൂടെ കുറേ നാൾ അഴിഞ്ഞാളി നടന്നു. അതിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അതിനെ അങ്ങ് ഉപേക്ഷിച്ചു. അതിനുശേഷം എല്ലാവരും കൂടി പെങ്ങളെ എൻ്റെ തലയിലങ്ങ് കെട്ടിവെച്ചു. നിങ്ങളൊക്കെ കാരണം തകർന്നു പോയത് എൻ്റെ മാത്രം ജീവിതമല്ല, ഈ പാവം പിടിച്ച ഈ അനാഥ പെൺകുട്ടിയായ അലീനയുടെ ജീവിതം കൂടിയാണ്. അമ്മയും അച്ഛനും ജീവിച്ചിരുന്നിട്ടും ഒരനാഥയെപ്പോലെ അല്ലായിരുന്നോ ഈ കഴിഞ്ഞ 23 വർഷം ഈ പാവം പെൺകുട്ടി ജീവിച്ചത്? വൈജ കൂടി അറിഞ്ഞിട്ടായിരുന്നോ അലീനയെ അനാഥാലയത്തിലാക്കിയത് എന്നൊക്കെ ദേഷ്യത്തിൽ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ പറയും, ഇല്ല ബാലേന്ദ്ര, വൈജയ്ക്ക് ഇതുവരെ അറിയില്ല ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. പ്രസവത്തോടു കൂടി ആ കുഞ്ഞ് മരിച്ചു എന്നാണ് ഞങ്ങൾ അവളോട് പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും നീയുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതിക്കില്ലായിരുന്നു. അവൾ അറിയാതെയാണ് ഞങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമൻ മേനോൻ ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിലാക്കിയത്. അതിനുശേഷമാണ് ഞങ്ങൾ അവളോട് പറഞ്ഞത് പ്രസവത്തോടു കൂടി തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അലീന അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. ഇതെല്ലാം തന്നെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന രോഹിത്തിന് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. എന്തായാലും ബാലേന്ദ്ര, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ 2 പേരും ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അന്ന് ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. മോളെ അലീന, നീ ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് ഞങ്ങളെല്ലാവരും കൊണ്ട് കൂടെ. നിനക്ക് എന്ത് വേണമെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഗംഗേട്ടൻ പറയുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറയും, അയ്യോ ഗംഗേട്ടൻ അത്രയ്ക്കങ്ങ് കഷ്ടപ്പെടണ്ട. ഇവർക്ക് ഇപ്പോൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ബാലേന്ദ്ര, ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല നിന്നോട്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയെങ്കിലും നിനക്ക് ഞങ്ങളെ ഒന്ന് കുത്തി നോക്കാതിരുന്നൂടെ? ഞാനിനിയൊന്നും പറയുന്നില്ല. പിന്നെ ഗംഗേട്ടൻ പോകുന്നതിന് മുമ്പ് പുന്നാര പെങ്ങളോടൊന്ന് പറഞ്ഞേക്കണം, അലീനയെ ഉപദ്രവിക്കാമെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാൻ. അതല്ല, ഇനിയും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവളുടെ തീരുമാനമെങ്കിൽ എനിക്ക് പലതും അവളോട് തുറന്നു പറയേണ്ടതായി വരും. ഇല്ല ബാലേന്ദ്ര,
ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. നീ അവളോട് സത്യങ്ങളൊന്നും ഇപ്പം തുറന്നു പറയരുത്. തൽക്കാലം ഞാൻ എന്തായാലും വൈജി ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് വൈജയെ കാണാനായിട്ട് ഗംഗേട്ടൻ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഗംഗേട്ടനെ കാണുമ്പോൾ വൈജയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. വൈജ വിളിക്കുന്നുണ്ട്. ആഹാ, ഗംഗേട്ടനോ? ഗംഗേട്ടൻ എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. മേളിൽ അപ്പുറത്ത് ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിന്ന് വൈകിട്ട് ഈവനിങ്ങിന് തന്നെ തിരിച്ചു പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ആഹാ, ഗംഗേട്ടൻ പോവാണോ? ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ? അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോൾ വരണമെന്ന് കരുതി വന്നതൊന്നും അല്ലല്ലോ. നിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് മനുഷ്യന് ഒരു സമാധാനവുമില്ല. നീ നോക്ക് വൈജയ്, നീ ഇനിയും അലീനയുമായിട്ട് യുദ്ധം ചെയ്യാൻ തന്നെയാണ് നിൻ്റെ തീരുമാനമെങ്കിൽ അവിടെ തകരാൻ പോകുന്നത് നിൻ്റെ കുടുംബം തന്നെയാണ്, നിൻ്റെ ജീവിതമാണ്. ആ പാവം പെൺകുട്ടി നിന്നോട് എന്ത് തെറ്റായിട്ട് ചെയ്തത്? അതെന്താ ഗംഗേട്ടാ അങ്ങനെ പറയുന്നത്? അവൾ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അവൾ ഒറ്റ ഒരുത്തിയല്ല ഗംഗേട്ടാ. അവളെ പൂജിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നേ? എൻ്റെ കുടുംബം പോലും അവൾ തകർത്തില്ലേ? അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ വൈജയ്, നിൻ്റെ ഈ വാശിയൊന്നും നിർത്ത്. അവൾ നിൻ്റെ ശത്രുവൊന്നുമല്ല, നിൻ്റെ മിത്രമാണ്. ഇനിയും നീ ഈ രീതിയിൽ തന്നെ നിൻ്റെ വാശി തുടരാനാണ് ഭാവമെങ്കിൽ നിൻ്റെ പല സത്യങ്ങളും ഇവിടെ പലരും അറിയും. നീ അതൊന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ. 23 വർഷത്തിന് മുമ്പ് നടന്ന നിൻ്റെ പ്രണയകഥ. ഗംഗേട്ടൻ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ പറയുന്നത്? ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഗംഗേട്ടൻ ഇപ്പോൾ ഇത് വലിച്ചഴിക്കുന്നത്? പിന്നെ അത് പറയണ്ടേടി. നിൻ്റെ വർത്തമാനം കേട്ടാൽ നീ വലിയ പുണ്യാളത്തിയാണെന്ന് തോന്നും. ഞാൻ നിന്നോട് വീണ്ടും പറയാ വൈജയ്, നീ അലീനയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. ബാലേന്ദ്രനുമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കണം. ഇതൊന്നും നിനക്ക് അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരും, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗേട്ടൻ അവിടെ നിന്ന് പോവാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഗംഗേട്ടൻ അവിടെ നിന്ന് പോകുന്നത്. പോയതിനു ശേഷം വൈജ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അലീന അവളെ ഇവിടെ ഞാൻ പുറത്താക്കിയിരിക്കും, കാണിച്ചു തരാം ഞാൻ. അങ്ങനെ അലീന വൈജയുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ രോഹിത്ത് അവൻ്റെ റൂമിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അലീന അവൾ എൻ്റെ അമ്മയുടെ മകളായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവൾ എനിക്ക് ചേച്ചിയല്ലേ? അലീന പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ ചേച്ചിയാണെന്ന്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അലീന എൻ്റെ അമ്മയുടെ മകൾ തന്നെയാണോ? ഇതിപ്പോൾ എങ്ങനെ ഒന്ന് തെളിയിക്കുക? ഇവർ പറഞ്ഞതിലിപ്പോൾ എന്താ ഒരു സത്യം? ഇതെങ്ങനെ തെളിയിക്കും എന്നൊക്കെ ആലോചിച്ച് ഇവിടെ ഇങ്ങനെ ഗൂഗിളിലൊക്കെ തപ്പാണ്. അങ്ങനെ അലീനയുടെയും വൈജയുടെയും മുടിനാര് കൊണ്ട് DNA ടെസ്റ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് രോഹിത്ത്. എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെ മുടിയുടെ സാമ്പിൾ എങ്ങനെയെങ്കിലും കൈക്കലാകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ രോഹിത്ത് വൈജയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹിത്തിനെ കാണുമ്പോൾ തന്നെ വൈജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വാ മോനെ ഇരിക്ക്, നിൻ്റെ ദേഷ്യമൊക്കെ മാറിയോ? മാറിയേമ്മേ. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. ഞാൻ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തി, അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് വൈജയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തന്നെ വൈജ അറിയാതെ വൈജയുടെ മുടി രോഹിത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് അമ്മ റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അതുപോലെ തന്നെ സൂത്രത്തിൽ അലീനയുടെ മുടിയുടെ സാമ്പിളും രോഹിത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുമായി രോഹിത്ത് ഒരു ലാബിലെത്തി അത് അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മണിക്കൂറുകളോളം അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് രോഹിത്തിൻ്റെ കൈ കിട്ടുന്നുണ്ട്. റിസൾട്ട് കണ്ട ഉടനെ തന്നെ രോഹിത്ത് ആകപ്പാടെ അന്നുവിട്ട് പോകുന്നുണ്ട്. അതെ, വൈജയുടെ മകൾ തന്നെയാണ് അലീന. ആ റിസൾട്ടിൽ അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, വൈജയുടെ മകൾ തന്നെയാണ് അലീന എന്നുള്ളത്. ആ ഒരു ഷോക്കിൽ കുറച്ചു നേരം ഒന്നും മിണ്ടാനാവാതെ രോഹിത്ത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്ത് എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഹാളിലായിട്ട് അലീന നിൽപ്പുണ്ടായിരുന്നു. അലീനയെ കണ്ട ഉടനെ നിറ കണ്ണുകളോടെ കുറേ നേരം അലീനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് രോഹിത്ത്. ആ നോട്ടത്തിൽ തന്നെ രോഹിത്ത് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എൻ്റെ ഈശ്വര, തൊട്ടടുത്ത് ഇത്രയും കാലം എൻ്റെ ചേച്ചിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ സ്വന്തം ചേച്ചിയോട് തന്നെയല്ലേ അപ്പോൾ രോഹിത്തിൻ്റെ വാക്കും കേട്ട് അന്ന് ഞാൻ മോശമായിട്ട് പെരുമാറിയത് എന്നൊക്കെ ചിന്തിച്ച് ആകപ്പാടെ കണ്ണു നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ രോഹിത്ത് ഇങ്ങനെ നിൽക്കുകയാണ്.
ആ സമയത്ത് അലീന രോഹിത്തിനെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അലീന രോഹിത്തിൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്തു പറ്റി? മോൻ ഇതിനെ കരയുന്നേ? നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത്, ഏയ് എനിക്കൊന്നും പറ്റിയില്ല ചേച്ചി എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇല്ല, ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്, ഇവൻ കരയുമായിരുന്നു എന്നും പറഞ്ഞ് അലീന രോഹിത്തിൻ്റെ പുറകെ അവൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. രോഹി, മോനെ നിനക്ക് എന്താ പറ്റിയത്? നീ കരഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോഴത്തേനും രോഹിത്ത് അവളുടെ നേരെ മുഖം തിരിക്കും. അന്നേരം അലീന രോഹിത്തിൻ്റെ നേരെ മുമ്പിലേക്ക് ചെന്ന് നിന്നിട്ട്, പറ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നതെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് പിടിവിട്ടതുപോലെ പൊട്ടിക്കരയുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ മോനെ ഇത്? എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? നിനക്ക് എന്താ പറ്റിയത്? എന്താണെങ്കിലും നീ ചേച്ചിയോട് പറ. അന്നേരം രോഹിത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ആ DNA റിസൾട്ട് അലീനയ്ക്ക് നേരെ നീട്ടും. പെട്ടെന്ന് അലീന വാങ്ങിച്ച് അത് തുറന്നു നോക്കുമ്പോൾ അലീനയും ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ചേച്ചി പ്രസവിച്ചതും ഞങ്ങളുടെ അമ്മ തന്നെയാണോ? ഞങ്ങളുടെ ചേച്ചി തന്നെയാണോ? ശരിക്കും? ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അലീനയും അറിയാതെ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്തിനാ ചേച്ചി ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് ചേച്ചി ഈ വീട്ടിലൊരു അനാഥയെപ്പോലെ വേലക്കാരിയായിട്ട് ഇങ്ങനെ കഴിയുന്നത്? ചേച്ചിക്ക് എല്ലാവരോടും ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടെ? അച്ഛൻ്റെ മകളാണ് ചേച്ചി എന്നാണ് അമ്മ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് അമ്മയോട് പറഞ്ഞാലെന്താ? അയ്യോ മോനെ, ഒരിക്കലും അമ്മയോട് പറയരുത്. അമ്മ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല. അമ്മയെ അറിഞ്ഞാൽ അമ്മയാകെ തകർന്നു പോകും. ഒരു പക്ഷേ ഇതൊന്നും താങ്ങാനാവാതെ അമ്മ വല്ല കടുങ്ങുകയും ചെയ്താലോ? അതുകൊണ്ട് മോൻ എനിക്ക് വാക്ക് തരണം, ഇതൊരിക്കലും അമ്മയോട് പറയില്ല എന്നൊരു വാക്ക്. ഇല്ല ചേച്ചി, ഞാനൊരിക്കലും ചേച്ചിക്ക് അത് വാക്ക് തരില്ല. എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ അമ്മ തന്നെയാണ് ചേച്ചിയുടെ അമ്മയെന്ന്. അയ്യോ മോനെ, നീ ഇതൊരിക്കലും ആരോടും പറയരുത്. അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. എനിക്കിവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രം തന്നാൽ മതി. മാറി നിന്നിട്ടാണെങ്കിലും എനിക്ക് നിങ്ങളെയും അമ്മയൊക്കെ കാണാൻ സാധിക്കുമല്ലോ. ഇത് കേൾക്കുമ്പോഴത്തേനും ആകെപ്പാടെ സഹതാപത്തോടു കൂടി രോഹിത്ത് അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാലും ചേച്ചി, അതൊന്നും സാരമില്ല മോനെ. എന്തായാലും നീ എനിക്കിപ്പോൾ തന്നെ വാക്ക് തരണം, നീ ഈ സത്യങ്ങളൊന്നും ആരോടും പറയില്ല എന്ന്. നീ വാക്ക് തന്നില്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പോൾ രോഹിത്ത് അലീനയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ശരി ചേച്ചി, ഉറപ്പായിട്ടും ഞാൻ കാര്യം ഞാനായിട്ട് ആരൊരിക്കലും പറയില്ല. പക്ഷേ ചേച്ചി എനിക്കും ഒരു വാക്ക് തരണം. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിൽ നിന്ന് ചേച്ചിയും എങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ അലീന അതിന് രോഹിത്തിന് വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് എങ്ങും പോകില്ല എന്നും പറഞ്ഞ് അലീന വാക്ക് കൊടുക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് മടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് വാക്ക് തന്നേ പറ്റുള്ളൂ. ചേച്ചി പറഞ്ഞിട്ടല്ലേ അമ്മയോട് ഇക്കാര്യം പറയില്ല എന്ന് ഞാൻ ചേച്ചിക്ക് വാക്ക് തന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിന് ചേച്ചിയും എനിക്ക് വാക്ക് തന്നേ പറ്റുള്ളൂ. ചേച്ചിക്ക് വാക്ക് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇക്കാര്യം ഇപ്പം തന്നെ അമ്മയോട് പോയി പറയും. അയ്യോ മോനെ, അതൊന്നും ചെയ്യല്ലേ, ഞാൻ നിനക്ക് വാക്ക് തരാം. ഇനി ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല. മനസ്സോടെയാണെങ്കിലും അലീന രോഹിത്തിന് വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അലീന അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയിട്ട് അലീന രോഹിത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മനുവിനെ വിളിച്ച് പറയുന്നുണ്ട്, മനുവേട്ട, രോഹിത്ത് സത്യങ്ങളൊക്കെ അറിഞ്ഞു. അവൻ DNA ടെസ്റ്റ് എടുത്തു. ഞാൻ വൈജു മേഡത്തിൻ്റെ മകളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആശ്ചര്യത്തോടെ മനു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അലീന രോഹിത്ത് അറിയുന്നത് നീ വൈജ ആൻറ്റിയുടെ മകളാണെന്നുള്ള വിവരം? അത് പിന്നെ മനുവേട്ട, ഇന്നിവിടെ ഗംഗാധരൻ അങ്കിൾ വന്നിരുന്നു. അങ്കിള് അച്ഛനുമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതൊക്കെ രോഹിത്ത് കേൾക്കുകയായിരുന്നു. എന്നിട്ട് അവൻ വൈജാൻറ്റിയോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല മനുവേട്ട, അവൻ പറയാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ അവനെ തടഞ്ഞു. അമ്മയോട് സത്യങ്ങളൊക്കെ അവൻ പറഞ്ഞാൽ ആ നിമിഷം ഞാനിവിടുന്ന് പോകുമെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ല എന്ന് എനിക്ക് വാക്ക് തന്നു. പക്ഷേ പകരം അവനും എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചു. ഒരിക്കലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട് വിട്ടു പോകാൻ പാടില്ല എന്ന് അവൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഞാനത് സത്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും വൈജമേഡത്തിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മനുവേട്ട. അതെന്തായാലും നന്നായി. നീ ഇനി അവിടെ നിന്ന് എങ്ങോട്ടും പോകുകയെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായല്ലോ. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതിരുന്നാൽ മതി. എൻ്റെ ആൻറ്റി ആയതുകൊണ്ട് പറയുകയല്ല, ആൻറ്റിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നീ നല്ലോണം സൂക്ഷിച്ചോണേ അലീന. എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് മനു ഫോൺ കട്ടാക്കുന്നുണ്ട്. അന്നേരം അലീന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈശ്വര, ഇനിയും അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാതെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു.
ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.